സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും കിഫ്ബിയിൽ കോടികളുടെ ശമ്പളക്കൊള്ള എന്ന വിവരാവകാശ രേഖ കിഫ്ബി മുൻ സിഇഒ KM എബ്രഹാമിന് മാത്രം ശമ്പളമായി നൽകിയത് 3,42,00,000 രൂപയാണ്. കിഫ്ബിയുടെ ആകെ കടബാധ്യത 32,000 കോടി രൂപ. ആയിരിക്കെയാണ് കോടികൾ ശമ്പള ഇനത്തിൽ പോയ വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വായ്പകളിലൂടെയും ബോണ്ടുകളിലൂടെയും സമാഹരിച്ചത് 42,153 കോടി രൂപയാണ്. ശമ്പളക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരാവകാശ രേഖ ജനം TV പുറത്തുവിടുകയാണ്. ഡെസ്കിൽ നിന്നും പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വലിയ ശമ്പളക്കൊള്ള അവിടെ നടക്കുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണല്ലോ ഈ ഘട്ടത്തിൽ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഏത് രീതിയിലാണ് ഈ ശമ്പളക്കൊള്ള കിഫ്ബിയിൽ നടന്നത് പ്രജിത്ത്? ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നു. ഓക്കെ, അത് നാടിന് ഗുണകരമാകുന്ന രീതിയിലാണെങ്കിൽ അതിന് കുഴപ്പം പറയാനില്ല. പലപ്പോഴും കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിലൊന്ന് അതൊരു വെള്ളാനയായി മാറുന്നു പലപ്പോഴും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സർക്കാർ നടപ്പിലാക്കേണ്ട പദ്ധതികൾ അതിന് ഒരു ഓഫ് ബജറ്റ് കടമെടുക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ് മറ്റൊരു സംവിധാനം കൊണ്ടുവരികയും ആ സംവിധാനത്തിലൂടെ കോടികൾ കടമെടുക്കുകയും അത് പിന്നീട് സർക്കാർ തന്നെ അടച്ചു തീർക്കേണ്ടിയും വരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് കിഫ്ബിയെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോൾ കിഫ്ബി എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയാണെങ്കിലും അല്ലെങ്കിലും ശരി, അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടിരുത്തിയ ആളെ പറ്റി നേരത്തെ തന്നെ പല വിവാദങ്ങളും വിമർശനങ്ങളും നിലനിന്നിരുന്നു. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു സൂപ്പർ മുഖ്യമന്ത്രി കളിച്ച ഉദ്യോഗസ്ഥനാണ് KM എബ്രഹാം എന്ന് പറയുന്ന ആൾ. പിന്നീട് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പുനർനിയമനം നൽകി കിഫ്ബിയുടെ തലപ്പത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു KM എബ്രഹാമിനെ. പക്ഷേ 2018 തൊട്ട് പിന്നീട് അദ്ദേഹം കാലയളവിൽ ഇരുന്ന കാലത്ത് മുഴുവൻ, ഏതാണ്ട് ജനുവരി 2018 മുതൽ 2026 മെയ് വരെയാണ് അദ്ദേഹം ആ സ്ഥാനത്തിരുന്നത്. ഇത്രയും കാലം കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച വരുമാനം എന്ന് പറയുന്നത് 3,42,89,720 രൂപയാണ്. അതായത് ഒരു വരുമാനം എന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശമ്പളത്തിൻ്റെ, നമുക്കിപ്പോൾ ഈ വിവരാവകാശ രേഖ പ്രകാരം ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സർവീസിൽ നിന്ന്, അതായത് കിഫ്ബിയുടെ സർവീസിൽ നിന്ന് വീണ്ടും അദ്ദേഹം പുറത്തു പോകുന്ന സമയത്ത് ഏതാണ്ട് 4,07,000 രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമാസ ശമ്പളം. അദ്ദേഹത്തിൻ്റെ ഈ കിഫ്ബിയിലെ ഔദ്യോഗിക കാലയളവിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അത്രയധികം ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് ഗൗതം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ആൾ, അതായത് സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്തു, സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നു. ആ പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ തന്നെ വീണ്ടും സർക്കാരിൻ്റെ മറ്റൊരു സംവിധാനത്തിനകത്ത് ഒരു ഉദ്യോഗസ്ഥനായി വരുന്നു, അതിൻ്റെ തലപ്പത്ത് വരുന്നു. ആ തലപ്പത്തിരുന്നു കൊണ്ടാണ് KM എബ്രഹാമിന് ഇത്രയധികം ശമ്പളം പിണറായി സർക്കാർ നൽകിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ KM എബ്രഹാമുമായി ബന്ധപ്പെട്ട്. സർവീസിലെ പല വകുപ്പ് മേധാവികൾക്കും മുകളിൽ KM എബ്രഹാം തീരുമാനമെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പല നിർണായക കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതും അവിടെ ഇടപെടലുകൾ നടത്തുന്നതും എല്ലാം ഇയാളാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും എക്കാലത്തും നിലനിന്നതാണ്. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. അതായത് കിഫ്ബിയിലെ 441 ഉദ്യോഗസ്ഥരാണ് ആകെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ 441 പേരിൽ കേഡർ പോസ്റ്റുകളിൽ വെറും 7 പേർ, ഡെപ്യൂട്ടേഷൻ, പിന്നീട് ഡെപ്യൂട്ടേഷൻ വഴി വന്ന 17 പേരും മാത്രമാണ് ഇതിൽ സ്ഥിരം സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത്. ബാക്കിയുണ്ടായിരുന്ന 400 ഉദ്യോഗസ്ഥർ, അതായത് ഔട്ട്സോഴ്സിങ്ങിലൂടെയും ടെക്നിക്കൽ റിസോഴ്സ് സെൻറ്റർ എന്നിവ മുഖേനയൊക്കെ താൽക്കാലികമായി നിയോഗിച്ച 400 പേർ, ആകെയുള്ള 441 ജീവനക്കാരിൽ 400 പേരും താൽക്കാലികക്കാരെന്ന് പറയുമ്പോൾ അതിലൊരു ദുരൂഹതയുണ്ട്. ഈ താൽക്കാലികക്കാരെ കുത്തി നിറയ്ക്കാനുള്ള, CPMൻ്റെ അനുഭാവികളെ കുത്തി നിറയ്ക്കാനുള്ള ഒരിടമായി കിഫ്ബിയെയും ഈ പറയുന്ന രീതിയിൽ ഇടത് സർക്കാർ മാറ്റിയിരുന്നു എന്നതിനുള്ള തെളിവാണ് ഇത്രയധികം താൽക്കാലിക നിയമനം കിഫ്ബിയിൽ നടത്തിയതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ മറ്റൊരു വാർത്ത ജനം TV നൽകിയതാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഇടത് സർക്കാർ നടത്തിയിട്ടുള്ള താൽക്കാലിക കരാർ നിയമനങ്ങളിലൊക്കെ വലിയ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോഴാണ് ജനം TV പുറത്തുവിടുന്ന ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രധാന വാർത്തയായ 441 ജീവനക്കാരിൽ 400 പേരും താൽക്കാലികക്കാരായിരുന്നു എന്നുള്ള വാർത്ത ശ്രദ്ധേയമാകുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, കിഫ്ബിയുടെ കടബാധ്യത സംബന്ധിച്ചിട്ടാണ്. കൃത്യമായി സർക്കാർ നൽകുന്ന വിവരാവകാശ മറുപടി അനുസരിച്ച് നിലവിൽ ആകെ കടബാധ്യത എന്നുള്ളത് 32,184.47 കോടി രൂപയാണ്. ഇതുവരെ തിരിച്ചടവ് എന്നുള്ളത്, അതായത് അടുത്ത 5 വർഷത്തേക്കായി മാത്രം 17,447 കോടി രൂപ തിരിച്ചടയ്ക്കേണ്ട
ബാധ്യത കൂടി സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് സർക്കാരിൻ്റെ നേരിട്ടുള്ള കടമല്ല എന്നുള്ളതായിരുന്നു ഇത്രയും കാലം CPM-ഉം ഇടതുപക്ഷ സർക്കാരുമൊക്കെ വാദിച്ചിരുന്നത്. പിന്നീട് CAG-യും പുതിയ സർക്കാരുമൊക്കെ ആ നിലപാടല്ല സ്വീകരിച്ചത് എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നു. അപ്പോൾ നിലവിൽ കടമെടുത്തതിൻ്റെ ബാധ്യത ഒരു വശത്ത്, ഇപ്പോൾ കിഫ്ബിയുടെ ഈ ഓഫ് ബജറ്റ് കടമെടുപ്പിൻ്റെ ബാധ്യത കൂടി ചേരുമ്പോൾ സംസ്ഥാനത്തിന് തിരിച്ചടവെന്ന് പറയുന്നത് കോടാനുകോടികൾ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. താങ്ങാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്കല്ല കേരളത്തെ കിഫ്ബി തള്ളിവിടുന്നത് എന്നുള്ളൊരു പ്രതിസന്ധി കൂടിയാണ് ഇതിൽ പറയേണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രശ്നം നമ്മൾ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. KM എബ്രഹാമിനെ പോലെ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് അയാൾക്ക് അവിടെ ഈ പറയുന്ന രീതിയിൽ സുഖലോലുപനായി വാഴുവാനുള്ള എല്ലാവിധ സൗകര്യവും പിണറായി സർക്കാർ ഒരുക്കി കൊടുത്തിരുന്നു എന്നതിനുള്ള തെളിവാണ് ശമ്പള ഇനത്തിൽ മാത്രം ഇത്രയ്ക്ക് കോടിക്കണക്കിന് രൂപ അയാൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് കാണുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. വലിയ രീതിയിലുള്ള വിമർശനം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഓണറേറിയം പോലെയുള്ള രീതിയിൽ ചില നിയമനങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും ഇത് നേരിട്ടുള്ള ശമ്പളമായി ഇത്രയധികം രൂപ നൽകിയത് നിയമവിധേയമാണോ എന്നൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും വിവരാവകാശ രേഖയാണെങ്കിൽ കൂടി ഇപ്പോഴെങ്കിലും ഈ മറുപടി പുറത്തു വന്നു. നേരത്തെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ കിഫ്ബി തന്നെ ഒരു വെള്ളാണിയാണെന്നുള്ള വിമർശനം വലിയ രീതിയിൽ നിലനിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് നേരിട്ടല്ലാത്ത വലിയ സാമ്പത്തിക ബാധ്യത കിഫ്ബിയിലൂടെ ഉണ്ടാകുന്നു എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ കിഫ്ബിയുടെ തലപ്പത്തിരുന്ന ആൾക്ക് കോടാനുകോടികൾ ഈ സർക്കാർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളൊരു വിമർശനം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഗൗതം. ഓക്കെ, എന്തായാലും കിഫ്ബിയിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ളയാണ്. ശമ്പളവുമായി ബന്ധപ്പെട്ട് മുൻ CEO-യ്ക്ക് നൽകിയത് കോടികളുടെ ശമ്പളമാണ് എന്നതാണ്. അങ്ങനെ വലിയ ശമ്പളക്കൊള്ള കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരാവകാശ രേഖയാണ് ഈ ഘട്ടത്തിൽ ജനം TV പുറത്തുവിടുന്നത്. പ്രജിത് മോഹനാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർത്തത്.